ഇന്നത്തെ പ്രൈം എഡിറ്റോറിയൽ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ. ആന്ധ്രാപ്രദേശ് സർക്കാർ ഒരു നിർണായക തീരുമാനത്തിനൊരുങ്ങുകയാണ്. 16 വയസ്സിന് താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കടിഞ്ഞാണിടാനാണ് ആലോചന. ഇങ്ങനെയൊരു നിയന്ത്രണം ലോകത്താദ്യമായി നടപ്പിൽ വരുത്തിയ രാജ്യം ഓസ്ട്രേലിയ. UK-യും ഡെൻമാർക്കും അതിനുള്ള ആലോചനയിലും. ഇതൊക്കെ പഠിച്ച ശേഷമാകും ആന്ധ്രാപ്രദേശ് സർക്കാർ ഇതിലൊരു തീരുമാനമെടുക്കുന്നത്. എത്രത്തോളം പ്രായോഗികമാണ് ഈ നിയന്ത്രണം എന്നതാണ് പ്രധാന പ്രശ്നം. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നതാണ് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കാരണമായി പറയുന്നത്. എന്നാൽ VPN ഉപയോഗിച്ച് നിരോധനത്തെ മറികടക്കുന്നു കുട്ടികൾ. ഒപ്പം തെറ്റായ ജനനനീതി നൽകിയും ഇത് സാധ്യമാണ്. അതായത് ഓസ്ട്രേലിയയിലെ കൗമാരക്കാർക്കുള്ള സോഷ്യൽ മീഡിയ വിലക്ക് കാര്യമായ പ്രയോജനം ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അതേ അവസ്ഥ ഇവിടെയും സംഭവിക്കാം. അതിനാൽ വിലക്ക് എന്നതിലുപരി ഒരു സോഷ്യൽ മീഡിയ സാക്ഷരതയാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തേത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന നിലയിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം അവസാനിപ്പിക്കുക എന്നതാണ്. അത് ഒരാൾ വ്യക്തിപരമായി തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സാധ്യമായ ഇടപെടൽ നടത്താം. എന്നാൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകേണ്ട മര്യാദ, മാന്യത അത് ഉറപ്പുവരുത്താൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിലും ആശയങ്ങൾ, വിമർശനങ്ങൾ അതൊക്കെ പങ്കുവെക്കുന്നതിലും ഒരു കുഴപ്പവുമില്ല സോഷ്യൽ മീഡിയ. എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലോ ചിത്രത്തിലോ വീഡിയോയിലോ മറ്റൊരാളുടെ സാന്നിധ്യമോ അവരെക്കുറിച്ചുള്ള പരാമർശമോ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായ ശ്രദ്ധ അനിവാര്യമാണ്. അതില്ലാത്തതിന്റെ പരിണിത ഫലമാണ് ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ. നിയമപരമായ സാധ്യത പോലും തേടാതെ സംശയത്തിന്റെ നിഴലിൽ മാത്രം ഒരു മനുഷ്യനെ ഇല്ലാതാക്കി. ഒരാളോടുള്ള ഒരു വിഷയത്തോടുള്ള നമ്മുടെ പ്രതികരണം എത്ര കടുപ്പമുള്ളതാകുമ്പോഴും അത് വ്യക്തിപരമായി ഒരാളെ ഇല്ലാതാക്കുന്ന വിധത്തിലാകരുത്. കുറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായും ബോധ്യപ്പെടുന്നത് വരെയെങ്കിലും ഈ ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ ആശയപ്രകടനങ്ങൾ മറ്റു മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കുമുള്ള കടന്നുകയറ്റമാകാതിരിക്കണം എന്ന് കുട്ടികളിൽ തന്നെ ബോധവൽക്കരണം ആവശ്യമായി വരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ. ഒപ്പം ആളുകളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിൽ പൊതു ഇടങ്ങളിലുള്ള മൊബൈൽ ഫോൺ ചിത്രീകരണം തടയാൻ കൃത്യമായ നിയമവും കൂടിയേ തീരും. സോഷ്യൽ മീഡിയ ആധാറുമായി ലിങ്ക് ചെയ്യുക എന്നത് പലതവണ ചർച്ചയിൽ വന്നതാണ്. ഇനിയും അതിൽ ചർച്ച ആവശ്യമാണ്. നിങ്ങൾക്ക് മുന്നിൽ അനന്തമായ സാധ്യതകൾ സോഷ്യൽ മീഡിയ തുറന്നു വയ്ക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ജീവനോ ജീവിതമോ ഇല്ലാതാക്കാനുള്ള സ്വാതന്ത്ര്യമല്ല.